പേര് പത്മലേഖ. ഞാൻ വരുന്ന കണ്ണൂരിലെ തലശ്ശേരി സ്വദേശിയാണ്, അക്രൈസ്തവയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് ജൂലൈ 12-ാം തീയതി ആയിരുന്നു. എനിക്ക് ഈ കൃപാസനത്തെ പറ്റി അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴിയായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ പറ്റി, ആ നിയോഗത്തിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ നിയോഗത്തിന് കിട്ടിയിട്ടുള്ള അനുഗ്രഹത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ മകൻ ആണ് ഈ നിൽക്കുന്നത്. മകൻ്റെ പേര് റോഷൻ എസ് മേലൂട്ട്. അവൻ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ചെന്നൈയിൽ SRM എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടായിരുന്നു. പഠനത്തിന് ശേഷം ചെന്നൈയിൽ തന്നെ ഉണ്ടായിരുന്ന കാറ്റർപില്ലർ അഥവാ കാറ്റ് എന്ന കമ്പനിയിൽ അവൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു 3 വർഷം. അപ്പം 3 വർഷത്തിന് ശേഷം ഉപരിപഠനത്തിനായി അവൻ ഇംഗ്ലണ്ടിലേക്ക് പോവുകയും അവിടെ ലിവർപൂൾ എന്ന യൂണിവേഴ്സിറ്റിയിൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കഴിഞ്ഞു. നവംബറിലാണ് കഴിഞ്ഞത്. അതിനുശേഷം ഫെബ്രുവരി 14-ാം തീയതി PSW കിട്ടിയിരുന്നു. അപ്പോൾ PSW കിട്ടിയതിന് ശേഷം അവിടെ പാർട്ട് ടൈമിന് പോലും ഇംഗ്ലണ്ടിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പാർട്ട് ടൈം അതിലിടക്ക് പെർമനൻറ്റ് ജോലിക്ക് വേണ്ടി വളരെയധികം ശ്രമിച്ചിരുന്നു. അവൻ ആദ്യം ചെയ്ത ജോലി ആ കമ്പനി തന്നെ UK യിലുണ്ട്, അവിടെയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പല കമ്പനികളിലും ട്രൈ ചെയ്തു. അപ്പോൾ അതിലൊക്കെ റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജൂലൈ 9-ാം തീയതി എൻ്റെ മകൻ ആദ്യം ചെന്നൈയിൽ ജോലി ചെയ്ത അതേ കമ്പനിയിൽ ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂവിന് 4000 പേരിൽ 3 കാൻഡിഡേറ്റിൽ ഒരാളായിക്കൊണ്ട് എൻ്റെ മകൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. തീർച്ചയായും കിട്ടുമെന്ന ഒരു ഉറപ്പിൽ തന്നെയായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പക്ഷേ അന്ന് നിർഭാഗ്യം കാരണം ഒരു 0.5% വ്യത്യാസത്തിൽ ആ ജോലി മറ്റൊരാൾക്ക് കിട്ടി. അതിൽ വിഷമമൊന്നും തോന്നിയില്ല, കാരണം അതൊരു സീനിയർ പോസ്റ്റായിരുന്നു. എൻ്റെ മകൻ 27 വയസ്സേ ആയിട്ടുള്ളൂ. ഇതേപോലെ അതേ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള 30 വയസ്സിന് മേലെയുള്ള ഒരു കാൻഡിഡേറ്റിനാണ് ആ ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും പാർട്ട് ടൈമിനും ജോലി കിട്ടുന്നില്ല എന്നൊരു അവസ്ഥ വന്നു. അതേപോലെ എല്ലാ ജോലിയിലും ആപ്ലിക്കേഷനിലും റിജക്ഷൻ വന്നപ്പോൾ അവൻ വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖത്തിലായിരുന്നു. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് ജൂലൈ 12-നാണ്. അപ്പം ഞാൻ അവനെ ആശ്വസിപ്പിക്കുന്നത് എന്തായാലും അമ്മ നമ്മളെ കൈവിടില്ല, കാരണം അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 9-ാം തീയതി അവന് ഇൻ്റർവ്യൂ നടക്കുകയും സെപ്റ്റംബർ 23-ാം തീയതി അവന് ആ കമ്പനിയിൽ തന്നെ ജോലി കിട്ടുകയും ഒക്ടോബർ 20-ാം തീയതി മകൻ അവിടെ ജോലിയിൽ കയറുകയും ചെയ്യുകയാണ്. അപ്പം ഇത്രയും